നോക്കി തീയിലിട്ട് കൊന്നുകയെന്നാ പറയും. അപ്പോൾ നമ്മളെ കാട്ടി വളരാൻ പാടില്ല. ഒരു അധക്കത്തനായ ഒരാൾ ഇത്രയും വളർന്നെങ്കിൽ ഇവരെ ജീവിക്കാൻ പാടില്ല, അവനെ കൊന്ന് ആ ഇതാണ് പൊട്ടൻ ദൈവമായിട്ട് പൊട്ടൻ ദൈവമായിട്ട് കെട്ടിയാണെന്ന് ധരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിനാ ഒരു ചണ്ടാലനായ ഒരു കൊലനായ ഒരുത്തന ദൈവം പോലെ കെട്ടി ആരെയുമ്പം അത് ഇവർക്ക് സവർണ മേധാവിത്വത്തിന് ഒരു ക്ഷീണം പറ്റും. അതുകൊണ്ട് അന്ന് ഇതിലെ പിന്നെ അതിനാൽ ശങ്കരാചാര്യനും ചണ്ടാലവേഷധാരിയായിട്ട് വന്ന ശിവനും തമ്മിലുള്ള ഒരു സംവാദമാക്കി മാറ്റി. അതാണ് ശങ്കരാചാര്യ കോളേജിലെ കുട്ടികളുടെ ഈ കൺഫ്യൂഷനാണ്. അവിടെ ഏടിയും ശങ്കരാചാര്യൻ ചണ്ടാലവേഷധാരിയായിട്ടുള്ള ശിവനുമായിട്ട് സംവാദമില്ല, പക്ഷെ അത് രൂപകൽപ്പന ചെയ്തതാണ്. അതുപോലെ അങ്ങനെയുള്ള ഒരു അതിജീവനത്തിന്റെ കഥയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ കെട്ടിയാടുന്ന ഒരു തെയ്യക്കാരൻ്റെ അവസ്ഥയിൽ ഇപ്പം നമ്മളെ വേണുമാഷും പുതിനാവണ്ണും പറഞ്ഞു. കാരണം ശരീരത്തിലെ സകല സന്ധികളിലും ബന്ധനാണ്. ഈ വിരൽ മുതൽ നമ്മളെ ചുണ്ട് മുതൽ ശരീരം ഉണ്ടാകാൻ കെട്ട്. ഈ കെട്ടിയിട്ട് 10-15 മണിക്കൂർ നിൽക്കുക എന്ന് പറയുന്നത് ഇപ്പം കല എന്ന് പറഞ്ഞ കുട്ടികൾ ചിന്തിക്കണം കേട്ടോ. കുട്ടികളെ കലയാണെന്ന് പറഞ്ഞേ അല്ലേ, കലയാന്ന് പറഞ്ഞു. കല എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് നീ ഒരു തൊപ്പി തലയിലിട്ടിട്ട് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ അഴിച്ചിട്ട് രണ്ടാമതുണ്ട്. പക്ഷെ തെയ്യം കെട്ടുമ്പോൾ തലപ്പാടി എന്ന് പറഞ്ഞ് കെട്ടുന്ന ആദ്യം കെട്ടുന്നേ, അത് പിറകിൽ കെട്ടുന്ന അല്ലേ, പിറകുന്ന് കെട്ടുന്ന ഒരു എയിമാണ്. എയിം എന്ന് പറയും, ഒരു എയിം. ആ എയിമിൽ ആ ഒരു നെല്ല് നിന്നാലേ ഈ തലയിലെ താനയിൽ നിൽക്കും, മുടി മുതലല്ലോ. ആ കെട്ട് സഹിച്ചിട്ടാണ് ഈ 10-15 മുറ്റിലോട്ട് പോകുന്നില്ല തെയ്യം. എത്ര മണിക്കൂറാണ്? നേരത്തോട് നേരം നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ കെട്ടിന്റെ ഈ തലപ്പാടി എന്ന് പറഞ്ഞാൽ ഈ ഒരു കെട്ടിന്റെ മുകളിലാണ് ഇതിൽ നിൽക്കുന്നത്. അപ്പോഴെന്താണ് ഈ കെട്ട് സഹിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇപ്പൊ എല്ലാം സകല സന്ധികളിലുള്ള ബന്ധം. ഇതൊന്നും ഒരു നമ്മളെ ഒരു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ പോലും പിടിച്ചു നിൽക്കും. അപ്പോൾ ആ പിടിച്ചു നിൽക്കാനുള്ള ഒരു അദൃശ്യ ശക്തിയുടെ ഒരു പ്രചോദനം, അതായത് നമ്മൾ സിക്സ് സെൻസ് എന്ന് പറയുന്നത് 6ാം ഇന്ദ്രിയത്തിന്റെ ഒരു പ്രചോദനമാണ് നമ്മളെ ഇതിലേക്ക് നിർത്തിക്കുന്നത്. നമ്മളെ ഈ മെലിഞ്ഞ ശരീരത്തിൽ ഇത്തിരി കെട്ടി നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിലെന്തോ ഒന്നുണ്ട്. ഒരു ആത്മപരിശോധന കേട്ടോ, ഒരു ആത്മപരിശോധന. ഇത്രയും കെട്ടി ഈ ശരീരത്തിൽ മുഴുവൻ കെട്ടും ഭാരം ഇത് കെട്ടിട്ട് ഈ 10-15 മണിക്കൂർ നിൽക്കുമ്പോൾ അപ്പോൾ ഒരു സ്വന്തം ഒരു ഇച്ഛാശക്തിയിലൊന്നും ചിന്തിക്കുക, ഇതിലെന്തോ ഇല്ലേ, ഉണ്ട്, അതുണ്ട്. ആ ഒരു ഇതാണ് ഇന്നിപ്പം നിങ്ങൾ ഇവിടെ തേടി എത്തിച്ചത്. ഇല്ല എങ്കിൽ മറ്റൊരു കലനെ കുറിച്ച് നിങ്ങൾ വരുന്നില്ല. പലരും ചിന്തിക്കുന്നത് ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി ചെയ്യുന്ന ഇത് നർത്തനത്തെ പറ്റി, വാദ്യത്തെ പറ്റി, കെട്ടിനെ പറ്റി, ഉപയോഗിക്കുന്ന സാധനങ്ങളെ പറ്റി പറഞ്ഞു. അത് ഞാൻ പറയും, സമയം കൊണ്ടുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട തോന്നുന്നുണ്ട് അദൃശ്യമായിട്ട് ഒരു ശക്തി. ഒരു പ്രാവശ്യം എന്നോട് ഇതേപോലെ സംവാദത്തിൽ ചോദിച്ചു, ദൈവം ഉണ്ടോ? ഞാൻ ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല, കാണാത്തതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ദൈവം ഉണ്ടോ എന്നാൽ കാണണ്ടേന്ന് വെച്ചു. അപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മംഗളത്തിലൊരു പങ്ക്തി ഉണ്ട്. മംഗളത്തിൽ ഗുരുജി എന്ന് പറഞ്ഞൊരു പങ്ക്തി ഉണ്ട്, ചെറിയൊരു കോളാണ്. അതിൽ പിന്നെ ഒരു ആ ജയിക്കുന്നവൻ്റെ ഭാവനയാണ്. ആ ഭാവനയിൽ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും ചോദിക്കുന്ന. അങ്ങനെ ഒരു ദിവസം ഒരു ഗുരു കുറേ ശിഷ്യന്മാരും പോന്ന പോകില്ലേ, ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു ദൈവം ഉണ്ടോ? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഗുരു ശിഷ്യനോട് ചോദിച്ചു, പ്രാണവായു ഉണ്ടോ? ശിഷ്യൻ പറഞ്ഞുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത്. ഉണ്ട് അല്ലേ, അത് ഉറപ്പല്ലേ? നീ എന്തെങ്കിലും നീ പ്രാണവായുവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. എന്നാൽ അതില്ലേ? ഉണ്ട്. എന്നാലും ശിഷ്യൻ ചോദിച്ചു, അതും ഞാൻ ചോദിച്ച ചോദ്യമായിട്ടെന്നാ ബന്ധം വെച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും ഇതുമായിട്ടെന്നാ ബന്ധം വെച്ചു. എന്നാലും ഗുരു പറഞ്ഞത് ഈ പ്രാണവായു ശ്വാസത്തിന് ഉപയോഗിക്കാം. ഇപ്പം ആ ഫാൻ്റെ താഴെ നിർത്തി അല്ലേ, കാറ്റിടുന്നല്ലേ,